നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. വീണ്ടും ഒരു ഭരണസമിതിയുടെ കാലാവധി കൂടി കഴിയുകയാണ്. അടുത്ത മാസം പുതിയ ഭരണസമിതി ഭരണം ഏറ്റെടുക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ച സാഹചര്യത്തിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയും നടപ്പിലാക്കാതെയും പലതും പകുതി വഴിയിലും നിൽക്കുകയാണ്. അതിൽ എങ്ങുമെത്താത്ത ഒരു പദ്ധതിയാണ് ഒറ്റപ്പാലത്ത് ഒരു ഫിലിം സിറ്റി എന്നത്. സിനിമാ ഷൂട്ടിങ്ങുകളുടെ പതിവ് ലൊക്കേഷനാണ് ഒറ്റപ്പാലം. ഹംസ ഒറ്റപ്പാലം MLA ആയിരുന്ന കാലത്താണ് അങ്ങനെ ഒരു പദ്ധതി ചർച്ചയാവുന്നത്. അതിനായി അന്ന് അദ്ദേഹം നല്ല രീതിയിലുള്ള ശ്രമം നടത്തിയിരുന്നു എന്നും ഇതിനായി സ്ഥലം കണ്ടെത്തുക പോലും ചെയ്യുകയുണ്ടായി. എങ്കിലും പിന്നീട് വന്ന 2 MLA-മാരും അതിനുവേണ്ടി ശ്രമിച്ചില്ല എന്ന് DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട്. ഒറ്റപ്പാലത്ത് ഫിലിം സിറ്റിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ശ്രീ ഹംസ MLA ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപാണ് ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ അദ്ദേഹം വലിയ താല്പര്യമെടുക്കുകയും അന്നത്തെ UDF മന്ത്രിമാരെ ആയ ശ്രീ P. അനിൽകുമാർ ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ നേരിട്ട് കൊണ്ടുവന്ന് സ്ഥലം പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയുണ്ടായി. എനിക്ക് തോന്നുന്നു കണ്ണിയമ്പുറം നമ്മുടെ ഇപ്പോഴത്തെ മിനി സിവിൽ സ്റ്റേഷനോട് ചേർന്ന സ്ഥലത്തായിരുന്നു അതിനു വേണ്ടിയിരുന്ന സ്ഥലം നിർദ്ദേശിക്കപ്പെട്ടത്. പക്ഷേ അദ്ദേഹം പിന്നീട് MLA അല്ലാതായതിനു ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഉണ്ടായതായിട്ട് കണ്ടില്ല. ഹംസ MLA ആയിരുന്ന സമയത്ത് ഒറ്റപ്പാലത്തിന് വേണ്ട പല പദ്ധതികളും നടപ്പിലാക്കാൻ ശ്രമിച്ചെന്നും അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം വന്ന പദ്ധതി ആയതുകൊണ്ടായിരിക്കാം പിന്നെ വന്ന MLA-മാർ അതിനെ നിസാരവൽക്കരിച്ചത് എന്നും സത്യൻ പെരുമ്പറക്കോട് പറഞ്ഞു. ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹം MLA ആയിരിക്കുന്ന സന്ദർഭത്തിൽ ഒറ്റപ്പാലത്തിന് ആവശ്യമായ അദ്ദേഹത്തിൻ്റെതായ ചില പദ്ധതികൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമം അദ്ദേഹം നടത്താൻ ശ്രമിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് അതൊരു സർക്കാർ പരിപാടിയൊന്നും അല്ലായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം കൊണ്ടുവന്ന പരിപാടി എന്ന നിലയിലായിരിക്കാം പിന്നീട് വന്ന MLA-മാരും ആ വിഷയവുമായി താല്പര്യപൂർവ്വം മുന്നോട്ട് പോയതായിട്ട് കണ്ടിട്ടില്ല. അത് ഇപ്പോഴും അങ്ങനെ ഒരു പ്രപ്പോസൽ നേരത്തെ കൊടുത്തതല്ലാതെ അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളൊന്നും നടന്നിട്ടില്ല, നടക്കാനുള്ള സാധ്യതയും കാണുന്നില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ടത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ അടുത്ത തവണ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയെങ്കിലും ആ പദ്ധതിയെ പ്രാവർത്തികമാക്കാനുള്ള നടപടി കൈക്കൊണ്ടാൽ മതിയായിരുന്നു എന്നാണ് ഒറ്റപ്പാലത്തെ സിനിമാ പ്രേമികൾ പറയുന്നത്. സിനിമ സ്ഥിരം ലൊക്കേഷനായ ഒറ്റപ്പാലത്ത് ഒരു തിയേറ്റർ പോലും ഇല്ലാതായതും ഇവരുടെ ഫിലിം സിറ്റി പ്രതീക്ഷയ്ക്ക് വിലങ്ങുതടിയാവുന്നുണ്ട്.